ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം 5:20 ഞാനിപ്പം റെഡിയായത്. ഇന്നത്തെ ദിവസം നല്ലൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് ശിവരാത്രിയാണ്. ഞങ്ങളുടെ ഇവിടുന്ന് ശിവരാത്രി കാവടി ഉണ്ട്. എൻ്റെ അനിയൻ കാവടി എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ബേസിലാണ് ഞാൻ വെളുപ്പിനെ എണീറ്റത്. ഈ സമയമൊക്കെ കണി കണ്ടിട്ട് കുറേ നാളായി, വർഷങ്ങളാവുന്നുണ്ട്. കാരണം ഞാൻ +2 ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇതുപോലെ വെളുപ്പിനെയൊക്കെ എണീക്കുന്നത്. ഞാൻ വെളുപ്പിനെ എണീറ്റില്ലെങ്കിൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാൻ വെളുപ്പിനെ എണീക്കുമായിരുന്നു. അന്ന് +2 വരെയാണ് ഞാൻ ഈ സമയമൊക്കെ കണി കണ്ടിട്ടുള്ളത്. പിന്നെ കണി കണ്ടെന്ന് പറഞ്ഞാൽ ടൂറിനൊക്കെ പോകുമ്പോഴൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഇന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായി ഗൈസ്? ഞാൻ തലമുടി ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇവിടൊക്കെ നല്ല ഓക്കെയാണ്. പക്ഷെ ഇവിടോട്ടങ്ങനെ കറക്റ്റായിട്ട് വന്നില്ല. അങ്ങ് ഭയങ്കരമായിട്ട് പറന്ന് കിടക്കുന്നു. ഞാൻ ഇത്രയും പറന്ന് കിടക്കുന്നത് ഇഷ്ടവുമില്ല. സാരമില്ല, എന്തായാലും ഇത്രയും റെഡിയായില്ലേ. എല്ലാവർക്കും ഇഷ്ടമായി ഗൈസ്? ആ ചന്ദ്രനെ കണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഈ ശിവൻ്റെ ഒക്കെ തലയിൽ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഞാൻ വെളുപ്പിനെ കണ്ടൊരു കാഴ്ചയാണ്. അങ്ങനെ രാവിലെ അമ്പലത്തിൽ വന്നു. ഇതാണ് അരയളങ്ങര ശ്രീ ദുർഗാദേവി ക്ഷേത്രം. അപ്പോൾ ഇവിടുന്ന് നേരെ തൽത്തോട്ടയിലോട്ടാണ് കാവടി ആടിപ്പോകുന്നത്. ഇതാണ് എൻ്റെ അനിയൻ. അവന് വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ക്യാമറ ഓണാക്കിയപ്പോഴും അവൻ ഓടിയതാണ്. ഇവന്മാർ രണ്ടുപേരും എസ്തെറ്റിക് ലുക്കാന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിൽ കുറേ പോസ്റ്റ് ഇടും. സ്വാമിമാരാന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ഈ ലുക്ക് കാണുന്നത് നാണക്കേടാന്നും പറഞ്ഞ് മുഖം മറച്ച് കളയുന്നത്.
അങ്ങനെ കാവടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി കുളത്തിലോട്ട് പറഞ്ഞു വിട്ടു, കുളിച്ചിട്ട് വരാനെന്ന് പറഞ്ഞ്. അവന്മാർ കുളിക്കുന്നതിന് പകരം പല രീതിയിൽ നീന്തി കളിക്കുമായിരുന്നു. അങ്ങനെ കാവടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും കൈയോടെ പോയ ഞാൻ ഒരു പൂച്ചെണ്ടും കൊണ്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ കിടന്നൊന്ന് ഉറങ്ങി. ഉറക്കം എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായിട്ട് ഇനിയും കെട്ടുകാഴ്ച കാണാൻ വേണ്ടി പോവാണ്. അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്. അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഞാനും അമ്മയും കൂടിയാണ് കെട്ടുകാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കളകെട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്, ഉറക്കക്ഷീണമാണ്. കാരണം 2 ദിവസം ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. പക്ഷെ നമുക്ക് ശിവരാത്രി കളയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ശിവരാത്രി കാണാൻ പോവുകയാണ്. ശിവരാത്രി കളകെട്ട് കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഗായ്സ്, ഞാൻ വീട്ടിൽ വന്നു. ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഡാൻസൊക്കെ കളിച്ചു, നല്ലപോലെ എൻജോയ് ഒക്കെ ചെയ്തു. അപ്പോൾ ശിവരാത്രി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.